നമസ്കാരം. ചാനൽ 91 പോലീസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. എറണാകുളത്തിനടുത്ത് മുളന്തുരുത്തിയിലാണ് ഈ സംഭവം. അവിടെയുള്ളൊരു കോടീശ്വരനാണ് വർഗീസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നു. ഒരാഴ്ച മുമ്പ് ഇതേ ആശുപത്രിയിൽ അബോർഷന് വേണ്ടി ഈ സ്ത്രീയെ ഓപ്പറേഷൻ ചെയ്തിരുന്നു. അന്ന് മറ്റ് യാതൊരു കുഴപ്പങ്ങളുമില്ലാതിരുന്ന മേരി എന്ന ഈ സ്ത്രീ മരണപ്പെട്ടത് ആദ്യഘട്ടത്തിൽ പോലീസ് ഗൗരവമായി എടുത്തില്ല. പക്ഷേ എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങൾ തിരിച്ചറിഞ്ഞ ബന്ധുക്കളും നാട്ടുകാരും അടങ്ങിയിരുന്നില്ല. അവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു, പ്രക്ഷോഭം ആരംഭിച്ചു. ഒടുവിൽ ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. അബോർഷനെ തുടർന്ന് തൻ്റെ ഭാര്യ മരിച്ചതിൽ ആശുപത്രി അധികൃതർക്ക് എതിരെ കേസെടുക്കണമെന്ന് ഭർത്താവായ വർഗീസ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചു. സസ്പീഷ്യസ് ഡെത്ത് എന്നതിൽ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നു. ഡോക്ടറെ ചോദ്യം ചെയ്തപ്പോൾ അബോർഷൻ കഴിഞ്ഞ് യാതൊരു കുഴപ്പവുമില്ലാതെയാണ് ഈ സ്ത്രീ ആശുപത്രിയിൽ നിന്നും പോയത് എന്ന് ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കി. പിന്നീട് ഇൻഫെക്ഷനും പഴുപ്പുമൊക്കെ എങ്ങനെയുണ്ടായി? അന്ന് ഭരണരംഗത്തൊക്കെ വലിയ പിടിപാടുള്ള ആളാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് വർഗീസ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം അപ്പോൾ വിട്ടു നൽകിയിരുന്നു. വളരെ പാവപ്പെട്ട വീട്ടിലെ അംഗമായിരുന്നു മേരി. 9 മക്കളിൽ മൂത്തവൾ. 4 അനുജത്തിമാരുടെ വിവാഹം ഇനിയും നടന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതിസമ്പന്നനായ വർഗീസിന് സുന്ദരിയായ മേരിയെ വിവാഹം ചെയ്ത് നൽകുന്നത്. മേരിയുടെ ആശുപത്രി രേഖകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നു. ശാന്തകുമാരി എന്ന പേരിലായിരുന്നു ആദ്യം അബോർഷന് കൊണ്ടു ചെന്നപ്പോഴുള്ള മേരിയുടെ റെക്കോർഡുകൾ. പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയതും ഇതേ പേരിൽ. അബോർഷൻ നടന്നപ്പോൾ ഭർത്താവ് വർഗീസിന്റെ സഹോദരിയും കൂടെയുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വർഗീസിന്റെ സഹോദരിമാരാരും ആ നാട്ടിൽ ഇല്ല. അപ്പോൾ ആരെയോ സഹോദരി വേഷം കെട്ടിച്ച് കൊണ്ടു ചെന്നതാണെന്ന് വ്യക്തമായി. ക്രൈംബ്രാഞ്ചിന്റെ പിന്നീടുള്ള അന്വേഷണം വർഗീസിലേക്ക് തിരിഞ്ഞു. വർഗീസിനൊരു ഇരട്ടപ്പേരുണ്ട്, വെടിയാശാൻ. തൻ്റെ റബ്ബർ വെട്ടുകാരന് മുൻപൊരിക്കൽ ഇയാൾ വെടിവെച്ചിരുന്നു. അങ്ങനെയാണ് ഈ പേര് കിട്ടിയത്. പണവും ചില രാഷ്ട്രീയ ബന്ധങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് ഇയാളെ എല്ലാവർക്കും വലിയ ഭയമായിരുന്നു. ക്രൈംബ്രാഞ്ച് വർഗീസിനെ കൂടുതൽ വിശദമായി ശാസ്ത്രീയമായി ചോദ്യം ചെയ്തു. വർഗീസിന്റെ ആദ്യ ഭാര്യ പിണങ്ങിപ്പോയതിനു ശേഷം ഇയാളുടെ ഒരു അമ്മായി വർഗീസിന്റെ വീട്ടിൽ സ്ഥിരമായി വരുമായിരുന്നു. അവരുമായി വർഗീസ് വലിയ അടുപ്പത്തിലായി. വളരെ ബാധ്യതകളുള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു വർഗീസ്. 2ാമത് വിവാഹം കഴിച്ച മേരി. സാമ്പത്തികവും ആൾബലവും ഇല്ലാത്ത മേരി തങ്ങളുടെ ചെപ്പടിക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കുമെന്ന് വർഗീസും അമ്മായിയും കരുതി. വിവാഹത്തിന് ശേഷം വർഗീസും അമ്മായിയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മേരി നേരിട്ട് കണ്ടു. അവൾ അത് ചോദ്യം ചെയ്തു. പിന്നീട് അങ്ങോട്ട് മേരി അവിടെ അനുഭവിക്കേണ്ടി വന്നത് കൊടിയ യാതന തന്നെയായിരുന്നു. ഇതിനിടയിൽ മേരി ഗർഭിണിയായി. വർഗീസിന്റെ കോടിക്കണക്കിന് രൂപ വരുന്ന സ്വത്തിൽ നോട്ടമിട്ട് ഒപ്പം കൂടിയ അമ്മായിക്ക് ഇതൊട്ടും സഹിച്ചില്ല. ആദ്യം മേരിയുടെ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ അവർ പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് മേരിയെ ബലം പ്രയോഗിച്ച് പ്രലോഭിപ്പിച്ച് ആശുപത്രിയിൽ എത്തിച്ചതും അമ്മായിയും വർഗീസും ചേർന്ന് അബോർഷൻ നടത്തിച്ചതും. ഇതിനിടയിൽ മേരി അനുഭവിച്ച യാതനകൾ, വർഗീസിൽ നിന്നുള്ള അതിക്രൂരമായ മർദ്ദനം, ആഹാരം പോലും നൽകാതെ മുറിക്കുള്ളിൽ ദിവസങ്ങളോളം പൂട്ടിയിടുക, റബ്ബർ തോട്ടത്തിൽ ഓടിച്ചിട്ട് പിറകെ ഓടി അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുക. ഒരിക്കൽ മേരിയുടെ കൈ ഇയാൾ അടിച്ചൊടിച്ചു. പിന്നീട് ഒരു ചികിത്സയും നൽകിയില്ല. മാത്രമല്ല ഒറ്റ കൈകൊണ്ട് വെള്ളം കോരുന്നതുൾപ്പെടെ വീട്ടിൽ സർവ്വ പണികളും ചെയ്യിക്കുക. അത്രയും ക്രൂരത. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എങ്ങും എത്തിയില്ല. പക്ഷെ നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ അതിശക്തമായി പ്രതികരിച്ചു തുടങ്ങി. വീണ്ടും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വർഗീസിനെ വിശദമായി ചോദ്യം ചെയ്തു. അയാളുടെ വെളിപ്പെടുത്തലുകൾ ക്രൂരവും ഞെട്ടിക്കുന്നതുമായിരുന്നു. തൻ്റെ അബദ്ധസഞ്ചാരങ്ങളെ ചോദ്യം ചെയ്യുന്ന മേരിയെ ഒഴിവാക്കാൻ ഇയാളും അമ്മായിയും ചേർന്ന് പ്ലാൻ ചെയ്തു. അബോർഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ മേരിക്ക് മുറിവിൽ പുരട്ടാൻ കൊടുത്തത് ഒരു രാസവസ്തുവായിരുന്നു. അത് പുരട്ടിയതോടെ മേരിയുടെ ഗുഹ്യഭാഗങ്ങളൊക്കെ പഴുത്തു. അത് മാറാനെന്ന് പറഞ്ഞ് പിന്നെ കഴിക്കാൻ കൊടുത്ത മരുന്ന് വിഷമായിരുന്നു. ഈ വിഷം കഴിച്ചാണ് മേരി മരണപ്പെടുന്നത്.
കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ അബോർഷനെ തുടർന്ന് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ട് തൻ്റെ ഭാര്യ മരണപ്പെട്ടു എന്ന് വിലപിച്ച് ആശുപത്രിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി വേഗം പോസ്റ്റ്മോർട്ടം നടത്തിക്കുവാനുള്ള വർഗീസിന്റെ തന്ത്രങ്ങൾ വിജയിച്ചുവെങ്കിലും ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഈ കേസിൽ ക്രൈംബ്രാഞ്ച് തന്നെ പറയുന്നത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് അല്പം കൂടി ജാഗ്രത കാണിച്ചിരുന്നുവെങ്കിൽ അന്ന് തന്നെ തെളിവുകളൊക്കെ അനായാസം കണ്ടെത്താമായിരുന്നു എന്നാണ്. വർഗീസ് വിഷം വാങ്ങിക്കൊണ്ടുവന്ന കുപ്പി വീട്ടിൽ നിന്നും മാറ്റിയത് പോലും സംഭവം നടന്ന് 1 മാസം കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ്. എന്തായാലും ക്രൈംബ്രാഞ്ച് കേസ് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു. വർഗീസിന് കോടതി ഇരട്ട ജീവപര്യന്തവും നൽകി.